ഇത് നിങ്ങൾക്കറിയാമല്ലോ, കഴിഞ്ഞ 34 വർഷമായി ഈ കേസ് ചർച്ച ചെയ്യുന്നൊരു ഓരോ ഘട്ടത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ഓരോ ഘട്ടത്തിലും ഇങ്ങനെ വിധികൾ വരുമ്പോൾ നമ്മൾ അഭിപ്രായം പറയാറുണ്ട്. എനിക്ക് ഈ വിധിയെക്കുറിച്ച് യാതൊരു ആശങ്കയുമില്ല. അന്തിമ വിജയം എനിക്ക് തന്നെ ആയിരിക്കും. ഈ കേസിൽ പലരും പ്രതീക്ഷിച്ചിരുന്നത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി CBI എൻക്വയറി ഉത്തരവിടും എന്നുള്ളതാണ് ചിലരൊക്കെ ഹെഡ്ലൈൻ കൊടുത്തുകൊണ്ടിരുന്നത്. എന്തായാലും അതുണ്ടായിട്ടില്ല. പിന്നെ വിചാരണ നേരിടുക എന്ന് പറഞ്ഞാൽ വിചാരണയുടെ ഓരോ ഘട്ടങ്ങളുണ്ട്. അത് വരട്ടെ, നിയമത്തിൻ്റെ വഴിക്ക് പോകും. എനിക്കിതിൽ യാതൊരു ആശങ്കയുമില്ല, ഒരു ഭയവുമില്ല. ഈ സർക്കാർ എടുത്തിട്ടുള്ളൊരു നിലപാട്, സർക്കാരിന്റെ സത്യവാങ്മൂലം അതിൽ ഉറച്ചു നിൽക്കുന്നതാണ് സർക്കാർ പറയുന്നത്. അങ്ങയുടെ ഒരു നീതി കാണിക്കുന്നത് അല്ലല്ലോ, അങ്ങനെയല്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലഘട്ടത്തിലാണ് ഈ കള്ളക്കേസ് എനിക്കെതിരെ രൂപപ്പെടുത്തിയെടുത്തത്. അതിനു മുമ്പ് 1990 കേസാണിത്. 90 മുതൽ 2006 വരെയുള്ള കാലഘട്ടത്തിൽ വിവിധ ഏജൻസികൾ അന്വേഷിച്ചല്ലോ. ഇന്റർപോൾ അന്വേഷിച്ചു, CBI അന്വേഷിച്ചു. അതിൽ ഞാനല്ല പ്രതി, വേറെയാണ് പ്രതി എന്ന റിപ്പോർട്ടുണ്ടല്ലോ. ഇന്റർപോളും CBIയും അന്വേഷിച്ചിട്ട് കൊടുത്ത റിപ്പോർട്ടൊന്നും നിങ്ങൾ കാണണം, കോടതിയിലുണ്ടത്. അതിൽ പറഞ്ഞിരിക്കുന്നത് പ്രതികൾ വേറെയാണ്. AK ആന്റണിയുടെ കാലഘട്ടത്തിൽ അന്വേഷിച്ചപ്പോഴത്തേക്കും ഈ കേസിൽ ഞാൻ നിരപരാധിയാണെന്ന് കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ 2006 തെരഞ്ഞെടുപ്പിൽ എന്നെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചപ്പോൾ രാഷ്ട്രീയ വിരോധം തീർക്കാൻ ശ്രീ ഉമ്മൻചാണ്ടി അടിയന്തരമായിട്ട് പുനരന്വേഷണം ഉത്തരവിടുകയും ഒരു കള്ളക്കേസുണ്ടാക്കി കുറ്റപത്രം കൊടുക്കുകയാണ് ചെയ്തത്. ഇതിൽ തന്നെ CBI എൻക്വയറി വേണമെന്നുള്ള നിലയിലേക്കാണ് സുപ്രീം കോടതിയിലേക്ക് ആദ്യം ചർച്ചകൾ നടന്നതും ചിലരുടെ ആവശ്യം ഉന്നയിച്ചതും. അതെന്തായാലും സുപ്രീം കോടതി അംഗീകരിച്ചില്ലല്ലോ. അപ്പോൾ വിചാരണ നേരിടണമെന്നുള്ളതാണ് സുപ്രീം കോടതിയുടെ വിധിയെങ്കിൽ വിചാരണ നേടുന്നതിന് എനിക്കൊരു ഭയമില്ല. കാരണം നിയമത്തിൻ്റെ വഴിക്ക് പോയാൽ ആത്യന്തികമായ വിജയം എനിക്ക് തന്നെ ഉണ്ടാകും. നല്ല ആത്മവിശ്വാസം എനിക്ക്. അതല്ലല്ല, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അതായത് ഒരു സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിനെതിരെ മറ്റൊരു സർക്കാർ അതിനെ ഖണ്ഡിച്ചുകൊണ്ട് പോലീസിന് കൊടുക്കാൻ സാങ്കേതികമായി നിയമപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം ഒരു കോടതിയുടെ മുമ്പിൽ തന്നെ സർക്കാരൊന്നാണല്ലോ, മാറി ഭരണത്തിൽ ആളുകൾ മാറി വന്നാലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് എടുക്കുന്നൊരു നിലപാടിൽ ആ ഫയൽ ചെയ്ത പോലീസ് ഡിപ്പാർട്ട്മെന്റിന് അതിൽ ഉറച്ചു നിൽക്കേണ്ടി വരും. അതിലെന്താ ആശങ്ക? പക്ഷേ അങ്ങേ ഇത് വേട്ടയാടിക്കൊണ്ടിരിക്കുകയല്ല. കാരണം BSന്റെ സമയത്ത് തന്നെ അങ്ങേക്ക് സീറ്റ് നിഷേധിക്കപ്പെട്ടത് പോലും ഈ ഒരു കേസിന്റെ കാര്യം പറഞ്ഞാണ്. അതാണ് ഞാൻ പറയുന്നത്. 2006 എന്നെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചപ്പോഴാണ്, അന്ന് ഉമ്മൻചാണ്ടി സർക്കാരായിരുന്നല്ലോ അധികാരത്തിൽ. അവർ ഈ കേസ് എനിക്കെതിരെ പുനരന്വേഷണം ഉത്തരവിടുകയും സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്ന വേളയിൽ കുറ്റപത്രം കൊടുക്കുകയും എൻ്റെ സ്ഥാനാർത്ഥിത്വത്തെ ഇല്ലാതാക്കി. പക്ഷേ അവിടെ നിന്നാണ് ഞാൻ ഉയർത്തെഴുന്നേറ്റ് സ്ഥാനാർത്ഥിയായതും മന്ത്രിയായതും. അതുകൊണ്ട് ഇത്തരം ഇതിലൂടെ എല്ലാം കടന്നുപോയ ഒരാളാണ് ഞാൻ. അതുകൊണ്ട് എനിക്കൊരു ഭയവുമില്ല. ഇതുപോലുള്ള പ്രതിസന്ധികളാണ് എന്നെ കൂടുതൽ കരുത്തനാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഇത് എൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ, പൊതുപ്രവർത്തനത്തിൽ ഇത് യാതൊരു വിധത്തിലുള്ള കുറവുണ്ടാക്കില്ല. കൂടുതൽ എനിക്ക് ശക്തിയും കരുത്തും പകരുകയുള്ളൂ. സത്യവാങ്മൂലത്തിൽ പോലും ഒരു വൈരുദ്ധ്യമുണ്ട്. കാരണം അങ്ങയുടെ നിലപാടുകളോട് യോജിക്കുന്നു എന്ന് പറയുകയും എന്നാൽ വസ്തുതകളോട് ചേർന്ന് നിൽക്കുകയും ചെയ്യുന്നു പറയുന്നത് മറ്റൊരു സർക്കാർ ഒരു വൈരാഗ്യബുദ്ധിയിൽ ചെയ്ത കാര്യമാണ്. അത് ഈ സർക്കാരിന് കൃത്യമായി സുപ്രീം കോടതി ബോധ്യപ്പെടുത്താൻ അല്ല, അങ്ങനെ അതുകൊണ്ടാണല്ലോ അങ്ങ് പറഞ്ഞതുപോലെ അതും ബോധ്യപ്പെടുത്തിയെന്നല്ലേ പറയുന്നത്. അതും ബോധ്യപ്പെടുത്തി. അത് ഞാൻ പറഞ്ഞ അതൊക്കെ കോടതിയിൽ ഫയൽ ചെയ്യുന്ന ഹർജിയുടെ അടിസ്ഥാനത്തിൽ വക്കീലന്മാർ ഉയർത്തുന്ന നിയമപരമായ കാര്യങ്ങളാണ്. ഏതായാലും ഇത് അതായിക്കോട്ടെ. ഏതായാലും 34 വർഷമായല്ലോ, വിചാരണ തുടങ്ങിയിട്ടില്ലല്ലോ ഇതുവരെ. ഓരോ നിയമ നടപടികളിലൂടെയും കടന്നുപോയതാണല്ലോ, കടന്നു പോകട്ടെ. ആ പ്രോസസ്സിലൂടെ പോയി. ഞാനിത് പറയാം, ഇത് 2006 ഫയൽ ചെയ്ത കുറ്റപത്രത്തിനെതിരെ ഞാൻ കോഷ് ചെയ്യാൻ ഒരിക്കലും പോയിരുന്നില്ല. പക്ഷേ 2021 ഞാൻ മന്ത്രിയായതിനു ശേഷം എന്നെ ആ കേസ് വീണ്ടും ചിലർ കുത്തിപ്പൊക്കി മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള ശ്രമമാണ്. അതുകൊണ്ടാണ് ഞാൻ ഹൈക്കോടതിയിൽ പോയി ആ FIR ക്വാഷ് ചെയ്തത്. അന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ലല്ലോ. അതുകൊണ്ട് ഇത് നിയമപരമായി ഉണ്ടാകുന്ന ഓരോ പ്രോസസ്സിൽ ഉണ്ടാകുന്ന ഓരോ ഘട്ടങ്ങളാണ്. ആ ഘട്ടത്തെയൊക്കെ ഞാൻ തരണം ചെയ്തിട്ടുണ്ട്, അതിജീവിച്ചിട്ടുണ്ട്, വിജയിച്ചിട്ടുണ്ട്. ഇതിലും വിചാരണയെ നേരിടാനാണ് കോടതി പറയുന്നതെങ്കിൽ വിചാരണ കോടതിയിൽ തന്നെ നേരിടും. എൻ്റെ നിയമപരമായ എനിക്കുള്ള എല്ലാ സാധ്യതകളും ഞാൻ പരിശോധിക്കും. കേസിൽ 1 വർഷത്തിനകം വിചാരണ പൂർത്തിയാക്കണമെന്ന സുപ്രീം കോടതി വിധിയിൽ ഒരാശങ്കയുമില്ല. നിയമത്തിന്റെ വഴിക്ക് പോയാൽ സത്യം തെളിയും. താൻ നിരപരാധിയാണ് എന്നാണ് ആന്റണി രാജു പറയുന്നത്.